ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, റോഹനാണോ സാറിന്റെ മകൾ ഋതികയെ വിവാഹം ചെയ്യാൻ പോകുന്നത്? അങ്ങനൊരു വാർത്ത കേട്ടു, അത് ശരിയാണോ? എനിക്ക് സാറിനോട് കുറച്ച് മോശമായി സംസാരിക്കേണ്ടി വന്നു. എനിക്കിപ്പം ബോധ്യേ, മിസ്റ്റർ റോഹൻ പറഞ്ഞതുപോലെ നിങ്ങളെ പരിചയമില്ലാത്ത ആരുടെയോ കയ്യില് നിങ്ങൾക്കെതിരെ ആരോ കൊടുത്തുവിട്ട മയക്കുമരുന്നാണ് നിങ്ങളുടെ കാറിൽ വന്നത്. ഞാനിത് വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഞാനിത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഇനിയിപ്പോ എനിക്ക് പോലല്ലേ? ഐ ആം എക്സ്ട്രീംലി സോറി സർ. സാറിന് പോവാം. താങ്ക് യു റോഹൻ, താങ്ക് യു സോ മച്ച്. അയ്യോ, എന്താ അങ്കിളെ, അങ്കിൾ ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയരുത്. ഞാൻ ശരിക്കും വരാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ കുറച്ചുകൂടെ മുമ്പ് വന്നിരുന്നെങ്കിൽ അങ്കിളിന് ഇവരുടെ മുന്നിൽ നിന്ന് ഇവര് പറയുന്നൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. മാഡം, ലാബ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത ശേഷം നാളെ എത്തിക്കാം. ശരി മാഡം. രാജു, അച്ഛന്റെ പേരിൽ അവർ FIR ഒന്നും എഴുതിയിട്ടില്ല. അച്ഛൻ അവര് റോഹന്റെ കൂടെ വിട്ടയക്കുമെന്നാ തോന്നുന്നത്. അതെ, അല്ലെങ്കിൽ വർമ്മ സാറിനെ അവര് പോവാൻ അനുവദിക്കോ മാഡം? സർ, എന്താണ് സാർ ഇത്? സാറിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടാവുകയും തെളിവുകളോടെ സാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ സാറിനെ സ്റ്റേഷനിൽ നിന്ന് പോവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്താണ് സാർ ശരിക്കും സംഭവിച്ചത്? സാറിന്റെ പേരിലുണ്ടായ ഈ അലിഗേഷൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലേ? സാറിന്റെ ശത്രുക്കളാരെങ്കിലും സാറിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ ഇതൊക്കെ? സാറിന്റെ ശത്രുക്കൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് സാറിനെതിരെ ഇറക്കിയ നാണം കെട്ട ഒരു നമ്പർ ആയിരുന്നില്ലേ ഇത്? ഏയ്, നിങ്ങൾ ഇങ്ങനെ തിരക്കൂട്ടല്ലേ. ഞാൻ പറയാം എന്താ ഉണ്ടായെന്ന്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇലക്ഷൻ മുന്നിൽ കണ്ട് എന്റെ ശത്രുക്കളാരോ എന്റെ വീട്ടിൽ അതിക്രമിച്ചു കടക്കുകയും എന്റെ കാറിനുള്ളിൽ മയക്കുമരുന്ന് കൊണ്ടുവെക്കുകയും ചെയ്തു. എനിക്ക് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങളുടെയും സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ പേരിലുണ്ടായിരുന്ന ആരോപണം തെറ്റായിരുന്നുവെന്ന് SP ബോധ്യമായി. നമ്മുടെയൊക്കെ പേരിൽ എന്തെങ്കിലും ആരോപണം ഉണ്ടായാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ദൈവം ഒരാളെ നിയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേരിലുള്ള ഈ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാനായി ദൈവം എനിക്കായി നിയോഗിച്ച ആളാ ഈ നിൽക്കുന്ന റോഹൻ. ഈ ചെറുപ്പക്കാരൻ എന്റെ ഫ്രണ്ട് സോമരാജന്റെ അനിയന്റെ മകനാ. റോഹൻ ഇന്ന് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടും അവന്റെ സമയോചിതമായ ഇടപെടലും കൊണ്ടാ എനിക്കിപ്പോ പുറത്തു വരാൻ കഴിഞ്ഞത്. ഊർജ്ജസ്വലരായ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ എന്റെ കൂടെ ഉള്ളപ്പോ എന്നെ അടിയോടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്നെ തൊടാൻ പോയിട്ട് എന്റെ രോമത്തെ പോലും തൊടാൻ പറ്റില്ല. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി എന്റെ പിന്നാലെ വന്ന് എന്നെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം ഉണ്ടാവുന്നെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കുള്ള തക്കവരുള്ള ശിക്ഷ ഞാൻ നൽകുന്നതായിരിക്കും. ഇത് നിങ്ങളോട് ഞാൻ തുറന്നു പറയുക. മോള് പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ അവസാനിക്കും. അല്ലെങ്കിൽ ജയിലിൽ. എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. സർ, സാറിനോട് ക്ഷമിക്കണം. എനിക്ക് ഈ പ്രശ്നത്തില് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെന്താ രാജു, നീ ചെയ്യേണ്ട സ്ഥാനത്ത് നിന്ന് എല്ലാം റോഹൻ ചെയ്തല്ലോ. അങ്കിളെ കാർ അവിടെ കിടപ്പുണ്ട്. നമുക്ക് കാറിലേക്ക് പോവാം. രാജു, ഋതികെ, പോവാം. സർ, റോഹനാണോ സാറിന്റെ മകൾ ഋതികയെ വിവാഹം ചെയ്യാൻ പോകുന്നത്? അങ്ങനൊരു വാർത്ത കേട്ടു, അത് ശരിയാണോ? അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്.
ദയവ് ചെയ്ത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തലയിടരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? നിങ്ങളൊന്ന് മാറിയുന്നേ. അങ്ങളെ നമുക്ക് പോവാം. രാജു വാ. സാറ് വയ്ക്കോ, ഞാൻ വന്നോളാം. വാ. സാർ ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? സാർ സാർ പ്ലീസ്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും എപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്യാതെ തെറ്റുകാരനാവുന്നതും കുറ്റവാളിയാകുന്നതും എല്ലാവർക്കും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്ന അധികം ആരും അറിയില്ല. പക്ഷെ അതുപോലെയല്ല ഈ പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനായതുകൊണ്ട് തന്നെ ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും എന്നിലേക്ക് തിരിഞ്ഞു. വെറും നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയും സൽപ്പേരും കളങ്കപ്പെട്ടു. ഞാൻ എന്തു പറഞ്ഞിട്ടും എന്റെ നിരപരാധിത്വം അംഗീകരിക്കാൻ കൂട്ടാക്കാതെ എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ശരിക്കും ഇനി എന്തെന്ന് ചിന്തിച്ചുപോയ നിമിഷങ്ങളായിരുന്നു അത്. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എനിക്ക് വേണ്ടി വാദിച്ചു. എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എല്ലാം വിഫലമായി. കാരണം എനിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള തെളിവുകളായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. എനിക്കെതിരെ എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും എനിക്ക് വേണ്ടി അതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ച് എന്റെ ഒപ്പം എന്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന രാജുവിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാജു ഒന്നും ചെയ്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്നപ്പോഴാ റോഹന്റെ വരവ്. എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കളങ്കം മായ്ക്കാൻ കഴിയുന്ന ശക്തമായ തെളിവായിട്ട്. അകലെ